നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അപ്പർ ചെസ്റ്റ്. എല്ലാവർക്കും ഒരു പ്രശ്നം ഇതാണ്, ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അപ്പർ ചെസ്റ്റ് ഡെവലപ്പ് ആകുന്നില്ല. ഇന്ന് നമുക്ക് അപ്പർ ചെസ്റ്റിൻ്റെ ഒരു വർക്കൗട്ട് മെഷീനിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ്, ബിഗിനേഴ്സിനെ മിഡിലിനെ മാത്രം ഉദ്ദേശിച്ചാണ്. സീനിയേഴ്സൊക്കെ എക്സ്പെർട്ടാണ്, അവർക്കൊക്കെ എല്ലാ വർക്കൗട്ടിലും അറിയാം, അത് എനിക്കും അറിയാം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ് പോസ്റ്റ് ചെയ്യുന്നത്. ബിഗിനേഴ്സിനോട് ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് അപ്പർ ചെസ്റ്റിൻ്റെ ഡെവലപ്പ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും അപ്പർ ചെസ്റ്റ് ഡെവലപ്പ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാർട്സാണ്. എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്താൽ റിസൾട്ട് കിട്ടാതായിട്ട് ഒന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് നാച്ചുറൽ ബോഡിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാനും നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് 10-25 വർഷത്തിന് മുകളിലായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്, ട്രെയിനറും കൂടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു പണി തന്നെയാണിത്. നമുക്ക് ആദ്യമായിട്ട് ഒരു സെറ്റ് വർക്കൗട്ടിലോട്ട് കയറാം. അപ്പർ ചെസ്റ്റിൻ്റെ ചെസ്റ്റിന് ചെയ്യുമ്പോൾ ഞാനിതിൽ വെയിറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് വെയിറ്റ് ഇടാം. ഞാനിടാം. ഫസ്റ്റ് ഒരു ഹാൻഡ് ഇവിടെ ഹോൾഡ് ചെയ്യുക, പകുതി മടക്കിയിട്ട്. അതിന് ശേഷം ചെസ്റ്റ് നല്ല അപ്പ് ചെയ്യുക, ചെസ്റ്റ് അടക്കരുത്. ഇവിടെ ഹാൻഡ് ഹോൾഡ് ചെയ്ത ശേഷം 1 2 3 4 5. ശേഷം ഇവിടെ ഹാൻഡ് ഹോൾഡ് ചെയ്യുക 1 2 3 4 5. ഇനി രണ്ട് ഹാൻഡ് ഒരുമിച്ച് പുഷ് ചെയ്യുക 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക, ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുക. ഏത് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ പോസ് ചെയ്യുക. പോസ് ചെയ്യുന്നതിൽ നമ്മുടെ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിഗിനേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. പോസ് ചെയ്യുന്നതോടെ നമ്മുടെ മസിൽസിന് ക്ലാരിറ്റി ആവും. ഫസ്റ്റ് ഒരു കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം പകുതി മുട്ട് മടക്കണം, വെറ്റിയായിട്ട് വേണം ഹോൾഡ് ചെയ്യാൻ. അടുത്ത കയ്യിൽ ചെയ്യുക. അതിനുശേഷം രണ്ട് കൈയും അന്വേഷിക്കുന്നത് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് അപ്പർ ചെസ്റ്റിനോട്ടായിരിക്കും ടെൻഷൻ വരുന്നത്. മസിൽസ് ഗ്രോത്ത് ആകാൻ വളരെയധികം സഹായിക്കും, നല്ല ഷേപ്പായി കിട്ടുകയും ചെയ്യും. നമ്മൾ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് എല്ലാ പാർട്സിനും. ചെസ്റ്റ് ഉണ്ട്, ചെസ്റ്റിന് തന്നെയാണ് എണ്ണിയാൽ തീരാത്ത അത്രയും വർക്കൗട്ടുകളുണ്ട്. ഇപ്പോൾ ഇതിൽ അപ്പർ ചെസ്റ്റിന് മാത്രമേ വർക്കൗട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇനി ഒരു സെറ്റോടെ നമുക്ക് ചെയ്യാം. കൈ ഇവിടെ ഹോൾഡ് ചെയ്യുക, കറക്റ്റ് നല്ല നിൽക്കുക, ചെസ്റ്റ് അപ്പ് ചെയ്ത് വെക്കുക. 1 കുറച്ച് സ്ലോയിൽ ചെയ്താൽ മതി. 2 3 4 5. ഫുള്ളായിട്ട് നിവർത്തി തന്നെ ചെയ്യണം. അതിനുശേഷം അടുത്ത കൈ 1 2 3 4 5. ഇനി ഒരുമിച്ച് ചെയ്യാം 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പം നമ്മൾ കറക്റ്റ് പോസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, പോസ് ചെയ്യുക. രണ്ട് സൈഡ് മാറി മാറി പോസ് ചെയ്യുക. പോസിനനുസരിച്ച് മസിൽസിന് ക്ലാരിറ്റി കൂടും. പിന്നെ തീരെ മെലിഞ്ഞവരാണെങ്കിൽ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയാനുള്ള പോലെ തന്നെ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടവർ ക്ഷമിക്കുക. കുറച്ച് എന്തെങ്കിലും മസിൽസ് ഗെയിനാനുള്ള ഫുഡൂടെ കഴിച്ചിട്ട് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. മധുരക്കിഴങ്ങോ നേത്രപ്പഴമോ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഡൈജസ്റ്റ് ആയതിനു ശേഷം മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല എനർജിയും കിട്ടും, മസിൽസ് പമ്പിങ്ങും കിട്ടും. ഇനി ഒരു സെറ്റോടെ നമുക്ക് പോകാം. കൈയുടെ ഹോൾഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് 1 2 3 4 5 1 2 3 4 5. ഇനി ഒരുമിച്ച് ചെയ്യാം 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ശേഷം അതുപോലെ തന്നെ ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുക. പോസിങ് വളരെ നിർബന്ധമാണ്. പോസിങ് ചെയ്യുന്നിടത്തോളം നമ്മുടെ മസിൽസ് ക്ലാരിറ്റി കൂടും. അതുകൊണ്ട് പോസിങ് എല്ലാവരും ചെയ്യുക. ഇനി പറയാനുള്ളത്
അധികം മെലിഞ്ഞവരാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ മെലിഞ്ഞവർക്ക് മസിൽസ് ഗെയിൻ ആവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. എന്തായാലും നിങ്ങളുടെ ബോഡി നന്നാവും. അതിനുള്ള ഡയറ്റസിൻ്റെ എല്ലാം ഡയറ്റ് ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ കുറേ പേര് 45-47 കിലോയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ 60ൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ വരുന്ന വീഡിയോസുകളിൽ അവരൊക്കെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു സെറ്റ് കൂടെ പോവാം. റൈറ്റ് ഹാൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്ത് 1 2 3 4 5 6 7 8 9 10. ഇനി ഒരുമിച്ച് 1 2 3 4 5 6 7 8 9 10. പോസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് പോസ് ചെയ്ത് കൊടുക്കുക. പോസ് ചെയ്യുന്നതോടെ നമ്മുടെ മസിൽസിൻ്റെ ക്ലാരിറ്റി കൂടുന്നതാണ്. നമ്മൾ ഏത് സെറ്റ് അടിക്കുമ്പോൾ എപ്പോഴും 4 സെറ്റ് തന്നെ അടിക്കുക. 4 സെറ്റ് കുറച്ച് അടിച്ചിട്ടൊന്നും കാര്യമില്ല. 4 സെറ്റ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഓരോ സെറ്റിൻ്റെ ഇടയ്ക്കുള്ള റിപ്പീറ്റേഷൻ ടൈം, ഒരു സെറ്റ് കഴിഞ്ഞ് ഒന്ന് കിതപ്പൊന്ന് മാറി 1 മിനിറ്റിനുള്ളിൽ തന്നെ അടുത്തത് ചെയ്യുന്നതിനായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു മസിലിൻ്റെ പമ്പിങ് പോകില്ല. ഒരുപാട് സമയം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസിലിൻ്റെ പമ്പിങ് പോകില്ല. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് കൂട്ടി ചെയ്യാം. ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ആഘോഷം ടയർഡായി നിൽക്കുന്ന സമയമാണ്. അല്ല, നമ്മൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് വാരി വലിച്ച് വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ് കറക്റ്റാവില്ല. അതിന് കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ 10 ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് 10 എന്നുള്ള വെയിറ്റിന് പകരം നിങ്ങൾക്കൊരു പാർട്ണർ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു 15 ഇട്ട് സുഖമായിട്ട് ചെയ്യാം. എന്തായാലും പോസ്റ്റ് കറക്റ്റാക്കി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പോസ്റ്റ് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ചെസ്റ്റ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ, നിങ്ങൾക്ക് ഫസ്റ്റ് ജസ്റ്റ് ചെറുതായിട്ടെങ്കിലും ഒന്ന് വാമപ്പ് ചെയ്യുക. തീരെ വാമപ്പ് ചെയ്യാതെ പോയി വെയിറ്റ് ട്രെയിനിലോട്ട് കയറാതിരിക്കുക. അത് ഭാവിയിൽ എന്തായാലും ഇഞ്ചുറീസിനുള്ള ചാൻസ് കൂടും. വർഷങ്ങളോളം നമ്മൾ ഫിറ്റ്നസ് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെതായ ഇതും കൂടെ ഉണ്ട്. എന്തായാലും ഒരു സെറ്റ് കൂടെ നമുക്ക് അടിക്കാം. അടിച്ചതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം. ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 1 2 3 4 5. സോയിൽ ചെയ്താൽ മതി, അതിൻ്റെ സ്പീഡ് വേണ്ട. 1 2 ജസ്റ്റ് എല്ലാം ടൈറ്റ് ചെയ്യാം. 4 5 6 7 8 9 10. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്യാം. ഒന്ന് പോസ് ചെയ്യാം. നമ്മൾ ഓരോ സെറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ചെസ്റ്റിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോകൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ്